السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയമുള്ളവരെ, മൗലിദിന്റെ പ്രത്യേകതകളെക്കുറിച്ചും എന്താണ് മൗലിദ് എന്നും നമുക്ക് മുമ്പ് ചർച്ച ചെയ്യാൻ കഴിയും. അൽഹംദുലില്ലാഹ്. പറഞ്ഞ വിഷയങ്ങൾ ഏറെക്കുറയും ഇആനത്തു താലിബീനിൽ മൂന്നാമത്തെ വാള്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തി വെച്ചതാണ്. അവസാനം മഹാനവറുകൾ പറയുന്ന ഒരു ദുആ കൂടിയുണ്ട്. വഫഖനല്ലാഹു വഇയ്യാകും ലിഖിറാഅത്തി മൗലിദി നബിയ്യിഹിൽ കരീം അലദ്ദവാം വഇൻഫാഖുൽ മാലി ലിഅജലിഹി ഫീ സായിരിൽ ഔഖാത്തി വൽ അയ്യാമി ആമീൻ. പതിവായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാനും അതിനുവേണ്ടി ധനം ചിലവഴിക്കാനും അല്ലാഹു നമുക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ താല്പര്യം. അല്ലാഹു തആല ആ പ്രാർത്ഥനയുടെ പരിധിയിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനും പാരത്രിക ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ മൗലിദിനെ ഞാൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് തുടങ്ങാത്ത ഏതേത് കാര്യങ്ങളും ബറക്കത്ത് കുറഞ്ഞതാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശേഷം മൗലിദിന്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയ്യിൽ ഹുദാ, സന്മാർഗത്തിന്റെ ചന്ദ്രനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വൽ ഉദിപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ തുടങ്ങി വച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ബിസ്മിയ്ക്ക് ശേഷം ഹംദാണ് പ്രയോഗിക്കാറ്. എന്നാൽ ഇവിടെ സാധാരണക്ക് വിപരീതമായി ഇങ്ങനെ ഒരു തുടക്കമാണ്, സുബ്ഹാന എന്ന തുടക്കമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മങ്കൂസ് മൗലിദിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഷ്താഖീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നത് ഫൽ ജവാബു അന്ന സുബ്ഹാന ഹംദൻ ലഹു തആല, സുബ്ഹാന എന്ന പദം അല്ലാഹുവിനെ സ്തുതിക്കലാണ്. വലൈസ ഹഖീഖത്തുൽ ഹംദു ഖുസൂസൻ ലഫ്ദുൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന ലഫ്ദ് മാത്രമല്ല അത് പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കാൻ പ്രയോഗിക്കാറ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു പല കിതാബുകളിലും അതിന് തെളിവായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇസ്മായിലുൽ ഹിഖ്ഖി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഅവീലാത്തുൽ നജ്മിയ്യ എന്ന് പറയുന്ന കിതാബിൽ ഇപ്രകാരം പറയുന്നത് കാണാം. കലിമത്തു സുബ്ഹാനഹു ലിൽ മുതഅജ്ജബി യുശീറു ബിഹാ ഇലാ അഅജബി അംരിൻ മിൻ ഉമൂരിഹി തആല ജറാ ബൈനഹു വ ബൈന ഹബീബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അള്ളാഹുവിന്റെയും ഇടയിൽ നടന്ന അത്ഭുത സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സുബ്ഹാനഹു കൊണ്ടുവന്നത്. ഈ വിഷയം ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്
സൂറത്ത് ഇസ്രാഇന്റെ തുടക്കത്തിലാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് തുടങ്ങുന്ന ആ ആയത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാന എന്ന് പറയുന്ന പദം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇസ്രാ മിഅ്റാജ് എന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു അത്ഭുതകരമായ ഒരു യാത്രയായിരുന്നു. അള്ളാഹുവുമായിട്ട് അത്ഭുതകരമായ മുനാജാത്തൊക്കെ നടന്ന വലിയ ഒരു സംഭവമാണ്. അപ്പോ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ സുബ്ഹാന എന്ന് കൊണ്ടുവന്നതിന്റെ താല്പര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അത്ഭുതമായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട അതാ റളിയല്ലാഹു അൻഹു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ ബീവിയോട് മഹാൻ ചോദിച്ചു, നിങ്ങൾ കണ്ട ഏറ്റവും അത്ഭുതമുള്ള വല്ലതും എനിക്ക് പറഞ്ഞു തരൂ എന്ന് അതാ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ ആയിഷ ബീവിയുടെ തിരിച്ചുള്ളൊരു മറുപടിയുണ്ട്, വഅയ്യു ശൈഇൻ ലം യകുൻ അജബാ. നബി തങ്ങളെ ഏത് വസ്തുവാണ് അജബല്ലാത്തത്? ആയിഷ ബീവി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു സാധാരണ മനുഷ്യനല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നതിലേക്കാണ് ഈ വിഷയം വെളിച്ചം വീശുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങണം. തുടക്കമായതുകൊണ്ടാണ് കുറച്ച് നീണ്ടുപോകുന്നത്. അല്ലാഹു തആല ഇത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ കാരണം കൊണ്ട് നമ്മുടെ ഇഹപര വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പാക്കി നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, ബന്ധുമിത്രാദികൾക്ക്, കൂട്ടുകുടുംബാദികൾക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.